ഹായ്, എല്ലാവർക്കും നന്ദസ് ടാങ്കി ട്യൂബിലേക്ക് സ്വാഗതം. നമുക്കിന്ന് എളുപ്പത്തിലൊരു ചെറിയ കേക്ക് ഉണ്ടാക്കാം. ചെറിയ കേക്ക് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് അറിയാം, നമ്മുടെ ചെറിയ സെർവിങ് ബൗളില്ലേ അതിലാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന ഒരു ലെമൺ കേക്ക്. അത് ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. ഓവൻ വേണ്ട, അതുപോലെ തന്നെ ഇലക്ട്രിക് ബീറ്ററോ ഒന്നും വേണ്ട. അപ്പോൾ നമുക്ക് കുക്കർ ഒന്ന് ചൂടാക്കാൻ വെക്കാം. അപ്പോൾ കുക്കറിൽ കുറച്ച് ഉപ്പിട്ടിട്ടാണ് ചൂടാക്കാൻ വെക്കുന്നത്. ഉപ്പിടുന്ന നിർബന്ധമില്ല കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുക്കർ അധികം അങ്ങ് കറുത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഏകദേശം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് ചൂടാക്കാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഈ ബാറ്റർ ഒന്ന് ശരിയാക്കി എടുക്കണം. ആദ്യം ഒരു മുട്ട വേണം. ഇപ്പം ഞാൻ 2 ബോളിൽ ഓരോരോ മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം കുക്കറിൽ വെക്കാനും ഒരെണ്ണം ഓവനിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തിട്ടുള്ളത്. മുട്ട ഒരു ഫോർക്ക് ഉപയോഗിച്ചൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ആദ്യം ഫോർക്ക് ഉപയോഗിച്ച് ഒരു 2 മിനിറ്റ് കണ്ടിന്യൂസ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ 3 ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത്. ഇനി ഇതൊന്ന് ഫോർക്ക് ഉപയോഗിച്ച് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. മൈദ അല്ലെങ്കിൽ റിഫൈൻഡ് വീറ്റ് ഫ്ലവർ 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. ഇനി ഒരു 1.5 ടീസ്പൂൺ ലെമൺ സെസ്റ്റ് ചേർത്ത് കൊടുക്കണം. അതിനുവേണ്ടി ഒരു നാരങ്ങ എടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ലെമൺ സെസ്റ്റ് ഇട്ട് കൊടുക്കാം. അതൊരു 1 ടീസ്പൂണാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നാരങ്ങ നീരാണ്. നാരങ്ങ നീര് നമ്മൾ 1.5 ടീസ്പൂൺ വെച്ച് 2 ബൗളിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കണം. അത് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഓയിൽ നമുക്ക് എടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒരു വിസ്ക് ഉപയോഗിച്ചൊന്ന് കട്ടയില്ലാതെ നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഈ ബൗൾ എടുക്കുമ്പോൾ കുറച്ച് ക്വാളിറ്റി ഉള്ള ബൗൾ എടുക്കാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ അത് ചൂടുകൊണ്ട് പൊട്ടിപ്പോവും. ഇനി ഇതിൽ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കണം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ബോറോസിലിൻ്റെ ബൗളാണ്. അപ്പോൾ നമ്മുടെ കുക്കർ നന്നായി ചൂടായിട്ടുണ്ട്, നമ്മുടെ ബാറ്ററും ശരിയായിട്ടുണ്ട്. ഇത് കുക്കറിലേക്ക് ഇറക്കി വയ്ക്കുക. ഇറക്കി വയ്ക്കുമ്പോൾ കൈ കൊള്ളാണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. കുക്കറിൻ്റെ വാഷറും അതിൻ്റെ വെയിറ്റും എടുത്തതിന് ശേഷം നമുക്ക് ഇത് അടച്ചു വയ്ക്കാം. ഇനി നമുക്കൊരു 12 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് ബേക്ക് ആയോ എന്ന് നോക്കാം. ഇനിയുള്ള അടുത്ത ബൗൾ നമുക്ക് ഓവനിൽ വെക്കാം. ഓവൻ ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് 150 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റ് ബേക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 12 മിനിറ്റ് ആയിട്ടുണ്ട്. കുക്കറിൽ വെച്ച് കേക്ക് പാകമായെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ച് പതുക്കെ ഇതൊന്ന് കുത്തി നോക്കാം. ഇതിപ്പോൾ ആയിട്ടില്ല, കണ്ടോ, ആ ബാറ്റർ ഇതിലേക്ക് പറ്റിപ്പിടിച്ചിട്ടുണ്ട്. നമുക്കിതൊരു 4 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വയ്ക്കാം. ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ 4 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഇതൊന്ന് ബേക്കായിട്ടുണ്ടോ എന്ന് ഒന്നുകൂടെ ഒന്ന് നോക്കാം. ബേക്കായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്കറിൽ നിന്ന് എടുത്തു മാറ്റാം. 2 കേക്ക് നമുക്ക് ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തും റൈറ്റ് സൈഡിലുള്ളത് കുക്കറിൽ വെച്ച് ബേക്ക് ചെയ്തിട്ടുള്ള കേക്കാണ്. നമുക്ക് കുക്കറിൽ വെച്ച് ബേക്ക് ചെയ്ത കേക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനൊരു സ്പൂൺ കൊണ്ട് പതുക്കെ ഒരു കഷ്ണം എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അതിന് മുമ്പ് കണ്ടോ, നമ്മുടെ ലെമൺ കേക്ക് അങ്ങനെ ശരിയായി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല സ്പഞ്ച് പോലുള്ള കേക്കാണ്. നല്ലൊരു ലെമണിൻ്റെ ടേസ്റ്റാണ് നമ്മുടെ കേക്കിനുള്ളത്. ഇനി നമ്മൾ ഇതിലിട്ട ലെമൺ സെസ്റ്റിനും ലെമൺ ജ്യൂസിനും പകരമായിട്ട് വാനില എസൻസും കോക്കോ പൗഡറും ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ചോക്ലേറ്റ് കേക്കാക്കി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ സിമ്പിൾ ലെമൺ കേക്ക് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. വളരെ എളുപ്പമല്ലേ? ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്